ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷഹറൂബ ഷമീർ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഈസി ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 20 ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അതിട്ടൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇനിയിപ്പോൾ ചെറിയുള്ളിയുടെ ഒക്കെ തൊലി കളയാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ സ്റ്റേജ് ഒഴിവാക്കാം കേട്ടോ. പക്ഷേ ചെറിയുള്ളി ചേർത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. ഈ ഈസി ചിക്കൻ റോസ്റ്റിൽ നമ്മൾ ഒരുപാട് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ചിക്കൻ റോസ്റ്റിന്. അപ്പോൾ ഈ ചെറിയുള്ളി ഞാനിപ്പോൾ ഇവിടെ നന്നായി സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള സ്ലൈസ് ചെയ്തതാണിത്. ഇത് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനിയിപ്പോൾ ചെറിയുള്ളി ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 3 സവാളയൊക്കെ ചേർത്താൽ മതിയാവും. ഇനി ഇത് പെട്ടെന്ന് സോഫ്റ്റ് ആവുന്നതിന് വേണ്ടി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ചിക്കൻ റോസ്റ്റിൽ തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല. പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് 2 പച്ചമുളക് നെടുകെ കീറിയത് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണിത്. ഇതും കൂടി നമുക്ക് ഇതിലിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഈ പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ടുകൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ സാധാരണ മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്താൽ മതിയാകും. ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ തക്കാളിയൊക്കെ നന്നായി കുക്കായി കിട്ടണം. അപ്പോൾ അതിനു വേണ്ടി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. തക്കാളിയൊക്കെ ഇപ്പോൾ ഇവിടെ നന്നായി കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബോണോട് കൂടിയ ചിക്കനാണിത്. ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ പീസായി എടുക്കുകയാണെങ്കിൽ മസാലയൊക്കെ നല്ലവണ്ണം പിടിക്കും. അപ്പോൾ ഇനിയും ഇതിലും ചെറിയ പീസായി വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ചിക്കൻ പീസൊക്കെ ഇതിൽ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട. വെള്ളം ചേർക്കാതെയാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ മതി. ആദ്യം ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക. പിന്നെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഇടുക. അതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ ഇനി ഇത് കുറച്ചും കൂടി കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വെള്ളം ചേർക്കാതെ വേണം കേട്ടോ അത് കുക്ക് ചെയ്തെടുക്കാൻ. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇടയ്ക്ക് നമ്മളിതൊന്ന് തുറന്നെടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വെള്ളമൊന്നും ഉണ്ടായിട്ടില്ല. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് അടച്ച് വെച്ച് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിടാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചിട്ടുണ്ട് ഞാനിത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതിന് വെള്ളമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരു 10 മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. ചിക്കനൊക്കെ ഇവിടെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇതിൽ വെള്ളമൊക്കെ അത്യാവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഗ്രേവിയൊക്കെ ഇനി വറ്റിച്ചെടുക്കണം. അപ്പോൾ അതിന് മുമ്പായി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. അതുപോലെ ഇത് ക്രഷ് ചെയ്തെടുത്ത കുരുമുളകാണ് 1/2 ടേബിൾ സ്പൂൺ. അപ്പം നമ്മൾ ചതച്ച് തന്നെ കുരുമുളക് ചേർക്കണം. അത് ഈ സമയത്ത് ചേർക്കണം. അപ്പോഴേ നല്ലൊരു കുരുമുളകിൻ്റെ ഫ്ലേവർ ഉണ്ടാവുള്ളൂ. ഇനി ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്യേണ്ട. ഇനിയിപ്പോൾ ഇത് തുറന്ന് വെച്ച് നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്.
തുറന്ന് വെക്കുമ്പോൾ അതിലുള്ള ഗ്രേവിയൊക്കെ വറ്റിക്കോളും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ അതിൽ വെള്ളം വറ്റിച്ചെടുക്കുക. ഒത്തിരി വെള്ളം ഉണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ട് വെള്ളം വറ്റിച്ചെടുക്കണം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നല്ലവണ്ണം റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നും കൂടി ഡ്രൈ ആക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു ജ്യൂസി ടൈപ്പിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ റോസ്റ്റാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല വെറൈറ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.